ബദരീനാഥിൽ ഹിമപാതം 57 തൊഴിലാളികൾ ഹിമപാതത്തിൽ കുടുങ്ങി 16 പേരെ രക്ഷപ്പെടുത്തി. കുടുങ്ങിക്കിടക്കുന്ന മറ്റു തൊഴിലാളികളെ രക്ഷപ്പെടുത്താൻ ശ്രമം. ദേശീയപാതയിൽ ഉൾപ്പെടെ മഞ്ഞുവീഴ്ച ഉണ്ടായി എന്നാണ് റിപ്പോർട്ടുകൾ. ചമോലി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ മഞ്ഞുവീഴ്ച കണക്കിലെടുത്ത് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവരുമായി ജിഷ്ണു ചേരുകയാണ്. ജിഷ്ണു, രക്ഷാപ്രവർത്തനം എങ്ങനെ പുരോഗമിക്കുന്നു? ഒപ്പം നിലവിലെ സാഹചര്യവും. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ ബദ്രീനാഥിന് സമീപം ഇന്തോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്നുള്ള മാന ഗ്രാമത്തിലാണ് അപകടമുണ്ടായിട്ടുള്ളത്. മനയിൽ ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമായി മഞ്ഞുമല ഇടിഞ്ഞു വീഴുകയായിരുന്നു. ആ റോഡ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടിരുന്ന 57 തൊഴിലാളികൾ മഞ്ഞിനടിയിൽ അകപ്പെട്ടു. അതിവേഗത്തിൽ നടത്തിയിട്ടുള്ള രക്ഷാദൌത്യത്തിലൂടെ 16 പേരെ ഇതുവരെ രക്ഷപ്പെടുത്താൻ സാധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പരിക്കേറ്റവരെ അടുത്തുള്ള ആശുപത്രിയിലേക്ക് മാറ്റിയതായി മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നുകൊണ്ട് നിലവിലെ സ്ഥിതിഗതികളും ഒപ്പം രക്ഷാദൌത്യവും വിലയിരുത്തി. കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്, ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവർ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിയുമായും ഉന്നത ഉദ്യോഗസ്ഥരുമായും ഫോണിൽ സംസാരിച്ചു. രക്ഷാദൌത്യത്തിന് സാധ്യമായ എല്ലാ സഹായവും ഉറപ്പാക്കി എന്നുള്ളതാണ് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് വ്യക്തമാക്കിയിട്ടുള്ളത്. കഴിഞ്ഞ മണിക്കൂറുകളിൽ പെട്ടെന്നുണ്ടായിട്ടുള്ള കനത്ത മഞ്ഞുവീഴ്ചയാണ് ഇത്തരത്തിൽ ഹിമപാതത്തിന് കാരണമായിട്ടുള്ളത്. വലിയ മഞ്ഞുമല ഇടിഞ്ഞ് താഴേക്ക് പതിച്ചു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഈ താഴേക്ക് പതിച്ചതിലാണ് ബോർഡർ റോഡ് ഓർഗനൈസേഷന്റെ ക്യാമ്പിന് സമീപമാണ് ഇത്തരത്തിലൊരു അപകടം ഉണ്ടായത്. അതുകൊണ്ട് തന്നെ BROയുടെ തൊഴിലാളികളാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. 16 പേരെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ ചമോലി ജില്ലയിൽ ബദ്രീനാഥിന് സമീപം ഇന്തോ ടിബറ്റൻ അതിർത്തിയോട് ചേർന്ന മാന ഗ്രാമത്തിലാണ് സംഭവം. ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ജമ്മു കശ്മീർ സംസ്ഥാനങ്ങളിൽ കഴിഞ്ഞ കുറച്ചു മണിക്കൂറുകളായി കനത്ത മഞ്ഞുവീഴ്ചയും ഒപ്പം മഴയും തുടരുകയാണ്. ഉയർന്ന മേഖലകളിൽ പല സ്ഥലങ്ങളിലും റോഡ് ഗതാഗതം തടസ്സപ്പെട്ടു. പല മേഖലകളും ഒറ്റപ്പെട്ട് നിൽക്കുന്ന അവസ്ഥയുണ്ട്. മഞ്ഞ് നീക്കം ചെയ്തുകൊണ്ട് അവിടേക്കുള്ള റോഡ് ഗതാഗതം പുനഃസ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ്. അപകട സാധ്യത കണക്കിലെടുത്ത് ജമ്മു ശ്രീനഗർ ദേശീയപാതയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഉയർന്ന മേഖലകളിൽ യാത്ര ചെയ്യുന്നവരോട് അതീവ ജാഗ്രത പാലിക്കാൻ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെയും തദ്ദേശ സ്ഥാപനങ്ങളുടെയും മുന്നറിയിപ്പുകൾ പരിശോധിക്കാനും വിവിധ സംസ്ഥാനങ്ങൾ ജമ്മു കശ്മീർ, ഹിമാചൽ, ഉത്തരാഖണ്ഡ് സംസ്ഥാനങ്ങൾ ഇതിനോടകം നിർദ്ദേശം പുറപ്പെടുവിക്കുകയും ഓറഞ്ച് അലർട്ടുകൾ വിവിധ മേഖലകളിൽ പ്രഖ്യാപിച്ചുകൊണ്ട് മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുകയുമാണ്. അതിനിടയിലാണ് ഇത്തരത്തിൽ ചമോലി ജില്ലയിൽ ബദ്രീനാഥിന് സമീപം ഹിമപാതത്തിൽ വലിയ അപകടമുണ്ടായിട്ടുള്ളത്. 57 തൊഴിലാളികളാണ് മഞ്ഞിനടിയിൽ അകപ്പെട്ടത്. 16 പേരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്ത മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചിട്ടുണ്ട്. സുരേഷ്, ജിഷ്ണു കൃഷ്ണനാണ് വിശദാംശങ്ങൾ നൽകിയത്.